യാ ഇതാണ് സാധനം. അറിയില്ല. അയ്യോ ആ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. ഇവര് വേറെ ഏതൊക്കെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത്. എഞ്ചിനൊന്നും അപ്ഗ്രേഡ് ഒന്നും ഇല്ല. സോ പവറൊക്കെ അറിയില്ല. സാധാ ബേസ് പവറേ ഉണ്ടാവും. ഇതെടുത്ത് നമുക്ക് ഓഫ് റോഡ് ട്രാക്ക് ഒന്ന് വെറുതെ ഓടിച്ചു നോക്കിട്ടോ അതിരാ. ഓ നമ്മളെ കൂടെ ഒരാളുണ്ട്. ആരോ റേസാണ് ശരിക്കും. ഇത് റേസായിട്ട് വേണ്ടായിരുന്നു. ഞാൻ വെച്ച് വെറുതെ ഇങ്ങനെ കൂളായിട്ട് ഓടിച്ചു പോകാന്നൊരു ഫീലാണ്. ഇയാൾ നമ്മളോട് റേസ് നടത്താൻ ഞാൻ അറിയില്ലായിരുന്നു. ഓ ഓ ഓ ഇത് റേസ് ആണെങ്കിലും ഞാൻ മെല്ലെ കൂളായിട്ട് പോകുന്ന കേസ്. അവൻ എന്തായാലും ആക്കട്ടെ. ഇത് കാരണം ചെറിയ പണിയൊന്നല്ല, അത്യാവശ്യം നല്ല പണിയുണ്ട്. ഓ അവനും കുടുങ്ങി. കുഴപ്പമില്ല കുഴപ്പമില്ല. നൈസ് നൈസ് നൈസ്. ഇത് കൊള്ളാം ഇത് കൊള്ളാം. ആ അവൻ കുടുങ്ങി. ഓ ഈ വ്യൂരിട്ട ഒന്നും കാണൂല. ഏത് വഴിയാ വണ്ടി പോകുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ ഇത് കിട്ടില്ല സാധനം കേട്ടോ. മറ്റേ പജേറോ അടുത്ത് വന്നെങ്കിൽ ഒന്നും ആവില്ലായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പജേറോ അവിടെ കിടക്കുന്നുണ്ടാവും. എങ്ങോട്ട് പോവില്ലായിരുന്നു. ഇതായതുകൊണ്ട് മാത്രമാണ് പോയത്. ഇതാണ്ടാണ് ഇവിടെ വരെയും എത്തിയത്. യെസ് നല്ലൊരു സ്ഥലം കിട്ടി. നല്ല റോഡ് കിട്ടി. കുഴപ്പമില്ല. അയ്യോ മെല്ലെ ഓടിക്കാം നമുക്ക്. പവർ അധികം വേണ്ടതിന്. പവർ കൂടിയാലാണ് പ്രശ്നം. മെല്ലെ പോവാം. ഇങ്ങനത്തെ റാൻഡം മാപ്പൊക്കെ ആർക്കും അറിയാലൊക്കെ അതൊക്കെ ഷെയർ ചെയ്യും. നമുക്ക് അതൊക്കെ ഇങ്ങനെ ഓടിച്ചു നോക്കാം. അങ്ങനത്തെ കുറേ ഓഫ് റോഡൊക്കെ അങ്ങനെ കുറേ ട്രാക്കൊക്കെ ഉണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറേ ട്രാക്കൊക്കെ ഒപ്പിച്ചിട്ട് വരാം. എവിടെന്നേലും ആരുടെ വീഡിയോ കണ്ടല്ലെങ്കിൽ സെർച്ച് ചെയ്ത്. പക്ഷേ ഇത് ഇവിടുന്ന് കയറില്ല. ആ വഴി കയറേണ്ട വരും മിക്കവാറും. ഈ ബോർഡർ വെച്ചിട്ട് വണ്ടി ഈ വഴി കയറേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓ ഈ സാധനമായിട്ട് മാത്രമായിട്ട് കയറി പോകുന്ന. ഇങ്ങനെ ഒരു വണ്ടിയും കയറില്ല. ഓടിക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കയറി കിട്ടും. ആ വഴി കയറില്ല. ഇതുവരെ 14% ആയേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടി വേണമായിരുന്നല്ലേ. 14 ആയില്ലേ. അത്യാവശ്യം നല്ല ലോങ് ട്രാക്ക് വേണമായിരുന്നു കുറച്ചുകൂടി. വണ്ടി നീ മറിഞ്ഞു കളിക്കുന്നു ഒരുമാതിരി. ഇത് നല്ല വഴി വേണ്ട. താഴോട്ട് വെള്ളത്തിലൂടെ പോവാം. പക്ഷെ തൊടുമ്പൊക്കെ വണ്ടിക്ക് പവർ കയറുന്നു. അതാണ് മെയിൻ പ്രശ്നം. മെല്ലെ പോകാനുള്ളൊരിത് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര പവർ കയറുന്നു തൊടുമ്പൊക്കെ തന്നെ. ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു നല്ല പുതിയ വണ്ടി വാങ്ങിയിട്ട് ഈ വഴി വരാം. ട്രക്ക് പോലത്തെ ഒരു വണ്ടി നോക്കട്ടെ. മറ്റേ ട്രക്ക് പോലത്തെ വണ്ടി ഉണ്ടായിരുന്നു മറ്റേ ഇതുപോലത്തെ. ഏതുപോലത്തെ വെച്ചാൽ എൻ്റെ പേര് മറന്നുപോയി. ഒരു വണ്ടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ റാം ആ വണ്ടി പോലത്തെ വണ്ടി കണ്ടായിരുന്നു. ശരിക്കും ഉദ്ദേശിച്ച റാമല്ല പറയാൻ. മറ്റേ വണ്ടി മറിഞ്ഞാൽ അവരെ നേരെയാക്കി തരും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് 1.5 ട്രാക്കാണല്ലോ. അയ്യോ മറിഞ്ഞു. ഇത് വല്ലാത്തൊരു ട്രാക്കായി പോയി. വണ്ടി ഇങ്ങനെ ആക്സിലേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുത്ത വണ്ടി മറിയാൻ പോക്കാം. ഓക്കെ കിട്ടി. അയ്യോ കുഴപ്പമില്ല.
അതിൽ മാപ്പ് ഉണ്ടാക്കിയാണ് സമ്മതിച്ചോട്ടോ. വല്ലാത്തൊരു മാപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇവിടെ. ഓ ഓ ഓ, ഞാൻ ബ്രേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ വണ്ടി പോയൊക്കെ മറിഞ്ഞു. എനിക്ക് മെല്ലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വണ്ടിക്ക് പവർ കാരണം ഇത് കൊടുക്കുമ്പോൾ വണ്ടി അങ്ങ് കിടന്നങ്ങ് ചാടുക. അതാണ് മെയിൻ പ്രശ്നം. മെല്ലെ ഓഫ് റോഡ് ഫീൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കീ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കളിക്കേണ്ടി വരും, എന്നാലേ എനിക്ക് മെല്ലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടുന്ന് മെല്ലെ പോയ വണ്ടി കയറുമെന്ന് തോന്നില്ല, കുറച്ച് സ്പീഡ് വേണം. ഈ കല്ല് കടന്നാലേ അപ്പുറത്തെത്തും. ഉണ്ടോ ചില സ്ഥലത്ത് നമ്മൾ സ്പീഡ് പോകും വേണം, പക്ഷെ ചില സ്ഥലത്ത് മെല്ലെ പോയാണ് രസം. അത് വല്ലാത്തൊരു റോഡായിപ്പോൾ ഇത്. ആ മറ്റേ പുള്ളി എവിടെ പോയ നമ്മളോട് റേസ് ചെയ്യുന്ന ഒരു പുള്ളിനെ കൂടി വിട്ടായിരുന്നു. അച്ഛൻ സ്റ്റാർട്ടിങ് അവിടെ കുടുങ്ങി പോയായിരുന്നു. പിന്നെ അയാളുടെ പോക്കണ്ടപ്പോൾ വിചാരിച്ച അയാളിപ്പോൾ ജയിച്ചു നിന്ന് അയാളവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓ ആ വഴി എങ്ങോട്ടാവണമോ അങ്ങോട്ട് പോകാൻ പറ്റിയൊക്കെ പോയായിരുന്നല്ലേ, കുറച്ചുകൂടി നല്ല റോഡായിരുന്നു. ഓ ഞാൻ ഈ ചെക്ക് പോയിന്റ് മിസ് ചെയ്തായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അത്ര സ്പീഡ് വേണ്ട, മെല്ലെ പോയാൽ മതി. ഒരു സ്പീഡും വേണ്ട. സ്പീഡ് എന്ന് പറഞ്ഞാൽ സാധനം വേണ്ട നമുക്ക്. അങ്ങനെ മെല്ലെ ഉരുട്ടി കൊണ്ടാവും. അങ്ങനെ മെല്ലെ ഉരുട്ടി അതിലുള്ള അങ്ങനെ മറിയരുത്. വണ്ടി കുടുങ്ങിയോ? ആ ബമ്പർ അവിടെ തട്ടുന്നു, ടയർ അവിടെ ടച്ച് ആവുന്നില്ല, അതാ പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു ഓപ്ഷനും കാണുന്നില്ല ഇവിടുന്ന് ഇപ്പം രക്ഷപ്പെടാൻ. വേറൊരു വഴി ഒപ്പിച്ച് എൻ്റെ മോനെ, കുറച്ച് കഷ്ടപ്പെട്ടു എന്നാലും ഒപ്പിച്ച് നമ്മൾ. അപ്പോൾ അടുത്ത സ്ഥലത്തെത്തി. എന്തുകൊണ്ടിത് എല്ലാം ഈ പാറേൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. ഇത് ഒറ്റക്കല്ല ഗൈസ്, ഫ്രണ്ട്സൊക്കെ വേണമായിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു കളിക്കാൻ. പക്ഷെ ആരുമില്ല കളിക്കാൻ, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? ഓ അത് കുറച്ച് പവറിൽ പോയി ചാടേണ്ടി വരും, അല്ലേ നമുക്ക് ഈ വഴി അല്ല അടുത്ത് കളിച്ചാടാം. അത് വിഷയമില്ലായിരുന്നു, നൈസായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും ഈ വണ്ടിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇതൊക്കെ പുഷ്പം പോലെ പോവും. അയ്യോ ചെക്ക് പോയിന്റ് പോയി, ചെക്ക് പോയിന്റ് മിസ്സായിരുന്നു, അതെടുത്തു. തിരിച്ചു പോവാം. ഇനിയിപ്പോൾ കഴിയും, ഇനി ഇല്ലത്ര സീനില്ല സ്ഥലങ്ങളില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് പ്യൂർ വെള്ളം മാത്രമാണെന്ന് തോന്നുന്നു. ആ സ്റ്റാർട്ടിങ് ആയിരുന്നു കുറച്ച് ദുർഗണം പിടിച്ച പാത. ഒയ്യോ ചത്ത്. അതൊരു വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി ഗൈസ്. നല്ല വണ്ടിയാണ്ട് ചത്തില്ല നമ്മൾ, അത്ര തന്നെ. കുഴപ്പമില്ല കഴിയാനായി. പക്ഷെ പക്ക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല, ഇതൊരുമാതിരി പാറേൻ്റെ ഇടയിലൂടെ ഉള്ള ഡ്രൈവായിരുന്നു മുഴുവൻ. ഇപ്പോഴാണ് കുറച്ച്
നാട് കാര്യമൊക്കെ ഉണ്ടത്. മരിയൊക്കെ കുറച്ച് റോഡ് ഉണ്ടത്. ഓ, അത് റാൻഡം കണ്ടൊരു മാപ്പ്.